എം വി ഗോവിന്ദ മാഷ് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം സാർ കേട്ടിട്ടുണ്ടാവും. എന്നെയും പിണറായിയൊക്കെ മാറ്റിയിട്ട് വേറെ ആരെ വെക്കാനാണ്, ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ലല്ലോ, ഈ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യമാണ് പ്രശ്നമായെന്ന് പി രാജീവ് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തോമസ് ഐസക് പറയുന്നു, എം എ ബേബി പറയുന്നു, എല്ലാവരും ഇപ്പോഴാണ് പറയുന്നത്. ഈ പറയുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ചോദ്യവും ഉയരുന്നത്. ഡിവൈഎഫ്ഐ വരെ വന്ന് ചോദിച്ചു, വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന സംഭവം, ആ ചോദ്യം വേണ്ടായിരുന്നു, അത് തിരിച്ചടിയായി എന്നുള്ളത് ഈ പറയുന്ന മൂലകിടങ്ങി ഇത്തിരി ഇല്ലാത്ത ഡിവൈഎഫ്ഐ വരെ ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതൊക്കെയും പാർട്ടിയുടെ, നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ്, പാർട്ടിയുടെ ഒരു അടിത്തറ ഇളകിയതിന്റെ ലക്ഷണം കൂടിയാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും ഇവർ മാറ്റണ്ടേ? ഈ പറയുന്ന പിണറായി വിജയനാണെങ്കിലും എം വി ഗോവിന്ദനെയൊക്കെ ആണെങ്കിലും ഒരു തിരുത്തൽ വേണമെങ്കിൽ ആ തിരുത്തൽ ശക്തിയായി വരാനായിട്ട് പാർട്ടിയിൽ ആളില്ലാത്ത അവസ്ഥയായോ? അല്ല, നമ്മൾ സാധാരണ പറയാറുണ്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അല്പം വൈകിയാലും ഒരിക്കലും ചെയ്യാതിരിക്കുന്നേക്കാൾ ഭേദമാണല്ലോ എന്ന്. അല്ലെങ്കിൽ അതിന് മറിച്ചൊരു ചൊല്ലുകൊണ്ട്, മറ്റേ നളയരുതത്തിലൊരു പദമുണ്ട്, പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവിൽ സേതുബന്ധനോദ്യോഗം എന്തടൂ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോയിട്ട് പിന്നെ അണ കെട്ടിയിട്ട് എന്താ കാര്യം? രണ്ടുമുണ്ട്. ഏതായാലും ഇപ്പം ലേറ്റാ വെന്താലും ലേറ്റസ്റ്റാ വരുവാൻ എന്നാണോ ഇപ്പോൾ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ ജനറൽ സെക്രട്ടറി പദവിയിൽ അദ്ദേഹമാണല്ലോ ഉന്നതൻ, എം എ ബേബി, അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ഇന്നിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന EMS സെമിനാറിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വരുമ്പോൾ ഞാനാണത് വേണ്ടാന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അത് എം വി ഗോവിന്ദനുള്ള കൊട്ടാണ്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാവാൻ എം വി ഗോവിന്ദനെ ഭാര്യ വരുമ്പോൾ വേണ്ട എന്ന് പറയേണ്ട ജോലി എം വി ഗോവിന്ദൻ്റെ ആയിരുന്നു എന്ന്. അത് പോട്ടെ, അത് ഒരു വാദമാണ്. ഇപ്പോൾ പല പഠനങ്ങൾ വരുന്നത് മൂന്നാം പിണറായി ഭരണം വരുന്നത് നല്ലതല്ല എന്ന് സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മെക്കെട്ടാണ് ഇപ്പൊ കയറുന്നത്. സച്ചിദാനന്ദൻ പറഞ്ഞാലാണോ കേരളത്തിലെ ആളുകൾ വോട്ട് ചെയ്യാൻ പോണേ? പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും അല്ലെങ്കിൽ തൃക്കരിപ്പൂരിലെയും വോട്ടർമാർ സച്ചിദാനന്ദൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇനി LDF വോട്ട് ചെയ്യേണ്ടതെന്നാണോ? അല്ല, അവിടെയാണ് പ്രശ്നം. സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഒക്കെ പലപ്പോഴും, പ്രത്യേകിച്ച് കവികൾ, അവർ വളരെ മുമ്പേ കാര്യങ്ങളെ കാണുന്ന ആളുകളാണെന്നൊക്കെ പറയാറുണ്ട്. ക്രാന്തദർശികളാണ് കവികൾ. ഒരു പക്ഷേ സച്ചിദാനന്ദനെ പോലെ ഇത്രയും കാലം ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം വരെ പോയിട്ടുള്ള ഒരാളാണ്. വളരെ പണ്ഡിതനാണ്, ഇടതുപക്ഷത്തിൻ്റെ അക്കാദമി ചെയർമാനായി. അങ്ങനെ ഒരാളാണ് അത് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കുറ്റം പറയേണ്ടത്. അദ്ദേഹം എന്തുകൊണ്ടത് പറഞ്ഞു എന്നതിലേക്കാണ് പോകേണ്ടത്. അതന്ന് പോയില്ല, ആരും പോയില്ല. സച്ചിദാനന്ദൻ്റെ മെക്കെട്ട് കയറാൻ പോയി, സച്ചിദാനന്ദൻ എന്തോ കുഴപ്പം ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബാക്കി ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ആ പറഞ്ഞതൊക്കെ ഓരോരുത്തരായിട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ പി രാജീവിൻ്റെ കാര്യം. പി രാജീവ് വളരെ പവർഫുള്ളായ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയാണ്, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്തു. ഒരുപക്ഷെ പിണറായി കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയേക്കാം എന്ന് വരെ ഞങ്ങൾ എറണാകുളത്തുകാരെങ്കിലും വിശ്വസിച്ചിരുന്ന ഒരാളാണ് പി രാജീവ്. അദ്ദേഹത്തിന് ഇപ്പോഴാണ് വെളിച്ചം വന്നത്. രാത്രി വെളിച്ചായത് ഇപ്പോഴാണ്, ലേറ്റാ. ഒരുപക്ഷെ ഫുട്ബോൾ കളി കണ്ട് കിടന്നുറങ്ങിയതാവും. എന്തായാലും ഇപ്പം ലേറ്റായി അദ്ദേഹം വന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ. ഇത് എത്രയോ കാലമായി ഇവിടുത്തെ സാമാന്യം UDF മാത്രമല്ല, BJP മാത്രമല്ല, സാധാരണ മനുഷ്യർ പറയുന്ന ഒരു കാര്യം, 50 മീറ്ററിൽ ഓരോ ബോർഡ് വെച്ച് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ചോദിച്ചത്, അത് വലിയ തോതിൽ ഒരാളുടെ പടം വെച്ച് ചോദിച്ചത് തെറ്റായി ഇനി പറയേണ്ട കാര്യമില്ല. ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചതാണ്. മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം. ഇതും കേരളം എത്രയോ പ്രാവശ്യം ആവർത്തിച്ചതാണ്. പത്മകുമാറിൻ്റെ അടക്കമുള്ള ശബരിമലയിലെ കാര്യം, ഇതുവാണല്ലോ 3 രാജീവ് പറഞ്ഞ കാര്യം. ശബരിമലയിൽ ഇപ്പോഴും പത്മകുമാറിനെതിരെ നടപടി എടുത്തിട്ടില്ല. ഒരു ചെറിയ തലോടൽ നടപടി എടുത്തിട്ടുള്ളൂ, ഒരു സസ്പെൻഷൻ. അദ്ദേഹത്തെ തൊട്ടാൽ പൊള്ളും. അപ്പോൾ പ്രശ്നം അതുപോലെ ഇദ്ദേഹം പറഞ്ഞ് നമ്മൾ നന്നായി ചെയ്താൽ പോരാ, നന്നായി ചെയ്തു എന്ന് കാണിക്കണം എന്നൊക്കെയുള്ള ഐസക്കിൻ്റെയൊക്കെയുള്ള ഡയലോഗ്, അതൊക്കെ പോട്ടെ, അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ്. ഇത്രയായിട്ടും ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ DYFI മുതൽ സച്ചിദാനന്ദൻ വരെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞിട്ടും ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന്. നേരം വിളിക്കാഞ്ഞിട്ടല്ല, അവിടെയാണ് പ്രശ്നമുള്ളത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ഞാനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഈ സ്ഥാനം ഒഴിഞ്ഞ് ധർമ്മടത്ത് ശൈലജ ടീച്ചറെയോ ആരെങ്കിലും വീണ്ടും മത്സരിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞു, ശർമ്മ ടീച്ചർ എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് ശൈലജ ടീച്ചറുടെ കാര്യം പറഞ്ഞു. ശൈലജ ടീച്ചർ പേരാവൂർ തോറ്റുപോയ ആൾ. ശൈലജ ടീച്ചറെ ആക്കി
ഈ പാർട്ടിക്ക് ഇതാ പുതിയൊരു മുഖം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു യുവാവിനെ കൊണ്ടുവന്ന് ഇത് നമ്മളിതാ കൊണ്ടുപോകാൻ പോകും എന്ന് പറയേണ്ടതിന് പകരം ഇപ്പോഴും നോക്കി വായിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്. ആണ് പ്രശ്നം. നോക്കി വായിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അതല്ല കേരളത്തിന് വേണ്ടത്. ഇപ്പോൾ UDF ഭരിക്കട്ടെ, UDF ഭൂരിപക്ഷം കൂടുതലാണ്, ഞാൻ കണക്കാക്കുന്നത് ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ കിട്ടി. പക്ഷേ അവരെ ശക്തമായി നിയന്ത്രിക്കാവുന്ന ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാവും. എന്നിട്ട് രാവിലെ വന്നിട്ട് നോക്കി വായിച്ചിരുന്ന ബസ്സിൽ അതില്ല മറ്റേതില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവല്ല വേണ്ടത്. അതിനപ്പുറം മറ്റെന്ത് ചോദിച്ചാലും ഉത്തരവില്ല, ഒരു ചോദ്യത്തിനും ഉത്തരവില്ല. അതുപോലെ UDF ആയിരുന്ന സമയത്ത് UDFന്റെ ഏത് നേതാവിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അവർ ഒഴിഞ്ഞു മാറിയെന്നെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. ഇത് അതുപോലുമില്ല. അല്ല, ഞാൻ പറയണത് VD സതീശന്റെ അടുത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ടില്ലല്ലോ, ഒരു മാസം ചോദിച്ചത്ര ചോദ്യം പിണറായി വിജയന്റെ അടുത്ത് 10 വർഷം കൊണ്ട് ചോദിച്ചിട്ടില്ല. ഇല്ല. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ പത്രക്കാരോട് ചോദിക്കണോ? ഇത് ഞാൻ മോഡിയും ചോദിക്കണേ, പത്രക്കാരെ കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? അപ്പോൾ പ്രശ്നം എന്താ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു? അത് പിണറായി വിജയന്റെ കുഴപ്പമല്ല, MV ഗോവിന്ദന്റെ കുഴപ്പമല്ല, നാട്ടുകാരുടെ കുഴപ്പമാണ്. അവിടെ പിന്നെ വർഗീയത മറ്റത് മറിച്ചത് എന്നൊക്കെയുള്ള ഇല്ലാത്ത നമ്മുടെ മറ്റേ സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ വിശദീകരണങ്ങൾ കൊടുത്തിട്ട് ഒന്നും നടക്കാൻ പോകില്ല. കാരണം കാലിനടിയിലെ മണ്ണ് വലിയ തോതിൽ ഒലിച്ചു പോയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ പയ്യന്നൂർ സ്ഥാനാർത്ഥി, തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ പയ്യന്നൂരിലെ മറ്റു വിഷയങ്ങൾ, രക്തസാക്ഷി ഫണ്ട് പോലെയുള്ള വിഷയങ്ങൾ, ആലപ്പുഴയിലെ നിരവധി വിഷയങ്ങൾ, സുധാകരനെ പോലെ ഒരാളെ കൂടെ നിർത്താൻ കഴിയാത്തത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ശത്രുക്കൾ മോശക്കാരായതുകൊണ്ട്, അവർ വർഗീയവാദികളായതുകൊണ്ട് സംഭവിച്ചു എന്നാണ് ഇനി ഉത്തരം കണ്ടെത്തുന്നതെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോവുകയാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ പോലും നോക്കൂ, ഈ പിണറായി വിജയൻ്റെ മകളുടെ റെയ്ഡ് വന്നപ്പോൾ പാർട്ടി ചാടിക്കയറി തല്ലിപ്പൊളിക്കലൊക്കെ വെച്ചു. ആ പാവങ്ങൾ ജയിലിൽ പോയി എന്നല്ലാതെ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ വീണ വിജയൻ ഇഡിയുടെ മുമ്പിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയായിരിക്കും. വീണ വിജയൻ ഇഡിയുടെ മുമ്പിൽ ഹാജരാവാൻ ഇവരെന്തിനാ ഈ തല്ലിപ്പൊളിക്കാൻ വേണം? ഇനി മിണ്ടുമോ പാർട്ടി? ഇനി പാർട്ടിക്ക് മിണ്ടാൻ പറ്റുമോ? അതിനെതിരെ പോലും പ്രതിഷേധം ഒടുവിൽ ഉണ്ടാവുന്ന അവസ്ഥ ഒന്നും. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ കുറച്ചാളുകളിൽ കേന്ദ്രീകരിക്കുന്ന പാർട്ടിയായി. ഇപ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. ഞാൻ കാറി കയറ്റി ഇത് ശരിയാണ്, അത് ശരിയാണ്, ഇത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രസ്താവനകൾ എങ്കിലും എടുത്ത് പറയണ്ടേ? വെള്ളാപ്പള്ളി കൂറുമാറി, വെള്ളാപ്പള്ളി സതീശൻ നല്ല ആളായി, അത് വേറെ വിഷയം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിലേക്ക് ഒരു പ്രസ്ഥാനം കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുരുതരമായ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറി പാർട്ടിയെ നിയന്ത്രിക്കണം, സർക്കാരിനെ നിയന്ത്രിക്കണം. പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അടിമയായി നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ കണ്ടത്. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരുന്നു എന്ന ചോദ്യത്തിന് കേരളത്തിൽ ഒരു ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സാർ പറഞ്ഞല്ലോ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അടിമപ്പണി ചെയ്യുന്ന രീതിയിലാണെന്ന്. പക്ഷേ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇതായിരുന്നില്ല. അവിടെയാണ് കളി. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത്, അല്ലെങ്കിൽ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത്, അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയായിരുന്നു. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായിരുന്നു. അന്ന് AKG സെന്ററിൽ പോകാതെ ഒരു ഫയൽ പോലും അച്യുതാനന്ദന്റെ മുമ്പിൽ എത്തില്ല എന്ന് പറഞ്ഞ സുരേഷ് കുമാറാണ്. ഇപ്പോൾ AKG സെന്റർ എവിടെയാണെന്നോ ഫയൽ എവിടെയാണെന്നോ ആരാ ചോദിക്കാനുള്ളത്? ആരെങ്കിലും ചോദിച്ചോ? ഈ ഗവൺമെൻറ് ചെയ്ത, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന തെറ്റായ കാര്യങ്ങളിൽ ഒരു ചോദ്യം വന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, UDFനോട് എനിക്ക് ഇഷ്ടമുള്ളത് അത് സതീശൻ നല്ല ആളായതുകൊണ്ടൊന്നുമല്ല, അവിടെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇപ്പം 2 നിയമനം റദ്ദാക്കേണ്ടി വന്നില്ലേ UDFന്? ജനങ്ങളുടെ നിന്ന് എതിർപ്പ് വന്നപ്പോൾ സണ്ണി ജോസഫിൻ്റെയും അതുപോലെ പ്രദീപിൻ്റെയും. എന്തുകൊണ്ടാണ്? അതൊരു കറക്ഷനാണ്. ആ കറക്ഷൻ LDFൽ ഉണ്ടായില്ല. ജനാധിപത്യത്തിൽ ആ കറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ PM ശ്രീ ഒപ്പിട്ട് വന്നപ്പോൾ പാർട്ടി മുഖ്യമന്ത്രിയോട് ചോദിക്കണ്ടേ, നിങ്ങൾ ആരോട് ചോദിച്ചാൽ അത് ഒപ്പിട്ടത്? നിങ്ങൾ എന്തിനാ അത് ഒപ്പിട്ടത്? കാരണം പാർട്ടി ലൈൻ എതിരാണ്. നേരെ മറിച്ച് തിരുവാതിര കളിക്കുമ്പോൾ തിരുവാതിരയ്ക്ക് താളം പിടിച്ച ആളല്ലേ MA ബേബി. ഇപ്പം അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും അതത് വേണ്ട സമയത്ത് നിയന്ത്രിക്കാതിരിക്കുന്ന ഉന്നതരായ നേതാക്കൾ, ഐസക് ആവട്ടെ, ബേബി ആവട്ടെ, രാജീവ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവട്ടെ, ഒരിക്കൽ പോലും പറയാൻ ധൈര്യം കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദുരന്തം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് മുഴുവൻ അനുഭവിച്ചിട്ടുള്ള, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു അധികാര കേന്ദ്രീകരണം നടക്കുകയും സെൽഫ് കറക്ഷൻ ഇല്ലാതെ വരികയും ചെയ്തു. ഇത് ഒരു കറക്ഷൻ്റെ തുടക്കമാണെങ്കിൽ നല്ലത്. പക്ഷേ അതിന് മറുപടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു കറക്ഷൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ മാറുന്നില്ല, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും തുടരുമെന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു ഭാവിയുമില്ല.